ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് 3 മാപ്സ് ആണ് പഠിക്കുന്നത്. ഒന്ന് വേൾഡ് മാപ്പ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ നാഷണൽ ഹൈവേസ്, അതേപോലെ പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോന്നും സെറ്റായി പഠിച്ചതിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നിങ്ങൾ പഠിച്ച് സെറ്റായിട്ട് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹെഡ്സെറ്റ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് മൊത്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്കപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ പൂർണ്ണമായും ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാ? തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് എന്ത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ. ഓക്കെ, ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം, ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നാമത് അറബിക്കടൽ, ദേ ഇവിടെ കിടക്കണോ അറേബ്യൻ സീ. അടുത്ത് നോക്കിയേ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇവിടെ താഴെ കിടക്കുന്നത്. ഇനി മറ്റേതാണ്? ബംഗാൾ ഉൾക്കടൽ, ദേ ഇവിടെ കിടക്കണോ ബേ ഓഫ് ബംഗാൾ. ഓക്കെ, അപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം 3 വശങ്ങളാൽ എന്താണ്? ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയമാണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 വശവും എന്താണ്? വെള്ളത്താലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ചുറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മളൊരു മാപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നോർത്ത്, ഇവിടെ സൗത്ത്, ഇത് എന്താണ്? ഈസ്റ്റ്, ഇതെന്ന് പറയുന്നതാണ് വെസ്റ്റ്. അപ്പൊ നോക്കിയേ ഇവിടെ വെസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ എന്താണ്? നിലവില് എന്താണ്? സൗത്തും എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ഇവിടെ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം എന്താണ്? ഈ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അതായത് ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സംഭവമാണ് ഉപഭൂഖണ്ഡം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. അതായത് എന്താണ്? ഭൂഖണ്ഡത്തിന്റെ ബാക്കി ഭാഗങ്ങളെ അപേക്ഷിച്ച് വ്യക്തമായ രാഷ്ട്രീയമോ അതേപോലെ തന്നെ ഭൗമശാസ്ത്രപരമോ ആയ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രദേശത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ബൃഹത്തും ഏറെക്കുറെ സ്വയം പര്യാപ്തതുമായ ഒരു ഉപവിഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അതെ, ഫസ്റ്റ് ഇവിടെ കിടക്കുന്നു എന്ത്? ഒന്നാമത് ഇന്ത്യ, രണ്ടാമത് ഏതാണ്? പാകിസ്ഥാൻ. ഓക്കെ, അടുത്ത ഏതാണ്? ഇത് ഇവിടെ കിടക്കുന്നു നേപ്പാള്, അതേപോലെ തന്നെ ഏതാണ്? നേപ്പാള്. അടുത്ത ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഇത് ഇവിടെ കിടക്കണോ? കണ്ടോ ബംഗ്ലാദേശ്. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ സ്വന്തം ഇവിടെ ശ്രീലങ്ക കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ മാലദ്വീപ്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ പിന്നെ ഏതാണ്? ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഏതാണ്? നമുക്കിവിടെ ആയിട്ട് നമുക്ക് എന്താണ്? നേപ്പാള്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്. അപ്പൊ അങ്ങനെ ഓരോന്നും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യയാണ്, രണ്ടാമത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാമത് നേപ്പാളാണ്, മൂന്നാമത് ഏതാണ്? ബംഗ്ലാദേശ് ആണ്, നാലാമത് ഏതാണ്? മാലിദ്വീപാണ്, അത് കഴിഞ്ഞിട്ട് ഏതാണ്? പാകിസ്ഥാൻ ആണ്, അത് കഴിഞ്ഞിട്ട് ഏതാണ്? ഭൂട്ടാൻ, ഇവിടെ കിടക്കുന്നു ഭൂട്ടാൻ, അത് കഴിഞ്ഞിട്ട് ഏതാണ്? ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാക്കി ഈ 6 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങളാണ് ഇവിടെ നിലവിൽ കണ്ടത് നമ്മൾ. ഓക്കെ, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത്. അത് ഏതാണ്? ഇന്ത്യ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? ഇത് ഇവിടെ കിടക്കുന്ന മാലദ്വീപ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യയുടെ നിലവിലെ അതിർത്തി എന്ന് പറയുന്നത് മുകളിലാണെങ്കിൽ എന്താണ്? ഹിമാലയമാണ്. വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ഏതാണ്? ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാചലാണ്. അതേപോലെ തന്നെ എന്താണ്? തെക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഏതാണ്? അതാണ് നമ്മുടെ അറബിക്കടൽ എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് അറബിക്കടലാണ്. ഇനി തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഏതാണ്? അത് ബംഗാൾ ഉൾക്കടലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ മുകളിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ ഏതാണ്? ഹിമാലയമാണ്. ഓക്കെ, ഇനി വടക്ക് ഏറ്റവും വടക്ക് അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയം. വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഹിന്ദുക്കുഷാണ്. അതേപോലെ എന്താണ്? വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് പൂർവാഞ്ചല്. അതേപോലെ തെക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ബംഗാൾ, ബേ ഓഫ് ബംഗാൾ ആണ് തെക്ക് കിഴക്ക്. ഇനി തെക്ക് പടിഞ്ഞാറ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് അറബിക്കടലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉറപ്പായിട്ടും നമുക്ക് എന്താണ് എക്സാമുകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അതെന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ലോക ഭൂവിസ്തൃതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 2.42% ഇന്ത്യ എന്ന് പറയുന്നത്. എത്രയാണ്? 2.42%. ഇന്ത്യയുടെ ആകെ വിസ്തീർണം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. അതായത് 32,87,263. ഓക്കെ, അതായത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. PSC ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. നിലവിൽ ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ മക്കളെ? 7ാം സ്ഥാനമാണ്. വലുപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള രാജ്യങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? റഷ്യ ഇന്ത്യനേക്കാളും വലുതാണ് റഷ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉള്ള മറ്റൊരു രാജ്യമാണ് എന്ന് പറയുന്നത് കാനഡ. നോക്കി, കാനഡ ഇന്ത്യനേക്കാളും വലുതല്ലേ? കാനഡ ഇന്ത്യനേക്കാളും വലുതാണ്. അത് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് മുകളിലുള്ള ചൈന ഇന്ത്യയേക്കാൾ വലുതാണ്. അതേപോലെ തന്നെ USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, USA നമ്മുടെ ഇന്ത്യനേക്കായി നോക്കി ഇന്ത്യ വെച്ച് നോക്കി കഴിയുമ്പോൾ USA അല്ലേ വലുത്? USA വലുതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീൽ എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രസീൽ എന്ന് പറയുന്നതും ഇന്ത്യയേക്കാൾ വലുതാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പൊ ബ്രസീലും എന്താണ്? ഇന്ത്യയേക്കാൾ വലുതായിട്ടുള്ള രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ബ്രസീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രസീലും ഇന്ത്യയേക്കാൾ വലുതാണ്. ബ്രസീൽ ഈ കിടക്കുന്നതാണ്. അപ്പൊ ബ്രസീലും എന്താണ്? ഇന്ത്യയേക്കാൾ വലുതായിട്ടുള്ളതാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയും ഇന്ത്യയേക്കാൾ വലുതാണ്. ഈ കിടക്കണോ ഓസ്ട്രേലിയ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? നിലവിലെ എത്രാമത്തെ രാജ്യമാണ്? അതായത് വലുപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ. അപ്പൊ ഈ 6 രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. അതിനേക്കാൾ എന്താണ്? അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇന്ത്യ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഏതൊക്കെയാണ്? റഷ്യ ആണ് ഇന്ത്യയേക്കാൾ എന്താണ് മുന്നിലുള്ള മറ്റു രാജ്യങ്ങളാണ്. റഷ്യ ഒന്നാമത്തെ, രണ്ടാമത്തെ കാനഡ, മൂന്നാമത്തെ എന്ന് പറയുന്നത് ചൈനയാണ് നമ്മുടെ മുകളിൽ തന്നെ. ഇനി അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, USA. പിന്നെ വരുന്നതാണ് ഈ കിടക്കുന്ന ബ്രസീല്.
പിന്നെ വരുന്നതാണ് ഓസ്ട്രേലിയ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസ് എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം, അതായത് എപ്പോഴും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അത് മറ്റേ വലിയ ഭൂപടം ആയതുകൊണ്ടാണ് അതിന്റെ തീർക്കാത്തത്. അതായത് നമുക്കറിയാം ഇന്ത്യയുടെ, അതായത് ടോട്ടൽ, അതായത് നോർത്ത് നിന്ന് സൗത്തിലേക്ക് എത്ര ദൂരം, അതായത് തെക്ക് വടക്ക് ദൂരം എത്രയാണ്, അതേപോലെ തന്നെ എന്താണ് വടക്ക് കിഴക്ക് ദൂരം എത്രയാണ് എന്നൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശ് മുതൽ ഇങ്ങ് താഴെ വരെ കിടക്കുന്നത്, ഇവിടെ വരെ ഉള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? തെക്കേ അറ്റം വരെ ഉള്ള ദൂരം, അതായത് വടക്ക് നിന്ന് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഈ ഒരു ദൂരം, നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് എന്ന് പറയുന്നത് എത്ര ദൂരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരമാണ് മക്കളെ? അതാണ് 3214. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 3214 കിലോമീറ്റർ ആണ് നോർത്ത് ടു സൗത്ത് എന്ന് പറയുന്നത്, 3214. ഓക്കെ, ഇനി അങ്ങനെ തന്നെ PSC ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദൂരമാണ്. ഓക്കെ, വട്ടം വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ദൂരമാണ് ഏതെന്ന് പറയുന്നത്. അതായത് കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2933 കിലോമീറ്റർ ആണ് കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ, കിഴക്ക് പടിഞ്ഞാറ് അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 2933. ഓക്കെ, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17.5% ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. അതായത് 2023 സെപ്റ്റംബർ റിപ്പോർട്ട് പ്രകാരം 17.76 ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? 17.5 തന്നെ ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാ? മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആൻസൺ ആണ് ഏറ്റവും ഉയരം കൂടിയത്. മൗണ്ട് കേറ്റുവിന്റെ ഉയരം നിലവില് പറയുന്നത് SCRT പാഠാവലി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, SCRT പാഠപുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8611 മീറ്റർ ആണ്. ഇനി പുസ്തകത്തിൽ ശരിക്കും കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം എന്താണ്? 8661 മീറ്റർ ആണ്. അപ്പോൾ 8611 ഉണ്ടെങ്കിൽ SCRT പുസ്തകം പ്രകാരം അതായിരിക്കും ശരി. അതില്ലെങ്കിൽ 8661 മീറ്റർ ആയിരിക്കും ശരിയെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. നമുക്കറിയാം, അതായത് ഇന്ത്യയുടെ വടക്കേ അറ്റം ഏറ്റവും മുകളിലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള, അതായത് വടക്ക് വശം അറിയപ്പെടുന്നത്, അതായത് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ലഡാക്കിന്റെ ഈ ഒരു ഭാഗം, അതായത് ഈ ഏറ്റവും മുകളിലുള്ള ഈ ഭാഗം അറിയപ്പെടുന്നതാണ് ഇന്ദിരാക്കോൾ. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാക്കോൾ. നമ്മൾ മുകളിലുള്ള ആൾക്കാരെ അല്ലേ വിളിക്കാറുള്ളതെന്ന് വെച്ചാൽ മതി. കോൾ ചെയ്യാറുള്ളത് മുകളിലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാക്കോൾ. അപ്പൊ ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റമാണ്, ഇതിനെ അറിയപ്പെടുന്നതാണ് ഇന്ദിരാക്കോൾ എന്നുള്ളത്. ഓക്കെ, ഇനി നേരെ താഴത്തേക്ക് ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അപ്പൊ തെക്കേ അറ്റം അതായത് താഴെയുള്ള ആൾക്കാരെയല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോയിന്റ് ഇട്ട് കുത്തി നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ താഴെയുള്ള ആയതുകൊണ്ടാണ് ഇവിടെ ഇന്ദിരാ പോയിന്റ്. അപ്പൊ മുകളിലെ വടക്കേ അറ്റം ഇന്ദിരാക്കോള്, താഴെയാണെങ്കിൽ ഇന്ദിരാ പോയിന്റ്. അപ്പൊ മുകളില് ഉള്ള ആൾക്കാരെ കോൾ ചെയ്യുന്നു, താഴെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? പോയിന്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ദിരാക്കോള്, ഇന്ദിരാ പോയിന്റ്. ഓക്കെ, ഇനി ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് കന്യാകുമാരി, കേപ്പ് ഓഫ് കോമറിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് ഈ ഭാഗം, അതായത് ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് ഇവിടെ ഏതാണ്? അതായത് അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു ഭാഗമാണ് എന്ത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത്. കിഴക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കിബത്തു. ഓക്കെ, അപ്പോ കിഴക്ക് ഭാഗം കിബത്തു എന്ന് തന്നെ ഓർത്താൽ കിഴക്ക് കിബത്തു. അപ്പൊ രണ്ടിലും കീ ഉണ്ട്. അപ്പൊ കിഴക്ക് കിബത്തു. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ കിഴക്കേ ഭാഗം അരുണാചൽ പ്രദേശത്ത് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നതാണ് കിബത്തു എന്ന പേരിൽ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗം ഇവിടെ അറിയപ്പെടുന്നതാണ് എന്ത്? ഗുഹാർ മോർത്തി. ഓക്കെ, അപ്പൊ ഗുഹാർ മോർത്തി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗമാണ്
ബുഹാർ മോത്തി. കിഴക്കേ ഭാഗം അരുണാചൽ പ്രദേശാണ്, അത് അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് അതായത് അരുണാചൽ പ്രദേശിൽ ഈ ഒരു ഭാഗം കിബത്തു, ഇവിടെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബുഹാർ മോത്തി. ഓക്കെ, വടക്കേറ്റം ഈ ഒരു ഭാഗം കോൾ ചെയ്തു ഇന്ദിരാ കോള്. ഇനി തെക്കേറ്റം ഈ ഒരു ഭാഗം നമ്മൾ അറിയപ്പെടുന്നതാണ് എന്തെന്ന്, ഇന്ദിരാ പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അതാണ് കാഞ്ചൻജംഗ. ഓക്കെ, ഇവിടെ സിക്കിമിലുള്ള കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ, അതായത് പൂർണ്ണമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന എന്താണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ചിലപ്പോൾ PSC ചോദിക്കാറുണ്ട് കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം എന്ന് പറയുന്നത്. 8586 മീറ്റർ. ഓക്കെ, അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ 8598 അപ്പോൾ 86 ഉണ്ടെങ്കിൽ 86 നിങ്ങൾ അടിച്ചോ, അതില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, 98 ആൻസർ തന്നെയാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്ന എവിടെയാ? താഴ്ന്ന പ്രദേശം നമ്മുടെ ഇവിടെ ആയിട്ടുള്ള നമ്മുടെ എവിടെയാണ്, കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, കുട്ടനാട്. ഓക്കെ, അതായത് -2.2 മീറ്റർ താഴ്ന്നാണ് അത് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറുന്നത് ഇന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ആരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത്? ഇന്ത്യയാണ്. UN പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്ര കോടിയാണെന്ന് ചോദിച്ചാൽ 142.86 കോടിയാണ്. എന്ത്, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എത്രയാണ്? 142.86 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 142.57 കോടിയാണ് ചൈനയുടെ ജനസംഖ്യ. 142.57 എന്ത്, നിലവില് നമ്മുടെ ചൈനയുടെ എന്തെന്ന് പറയുന്നത് ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴും PSC ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യം. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്തു വച്ചോ. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയുടെ അതിർത്തികളൊന്ന് നോക്കാം. ഓക്കെ, ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്, ഓക്കെ, ഇന്ത്യയുടെ കര അതിർത്തി ഇവിടെയൊക്കെ എന്താണ്, സമുദ്രമാണ്. നമ്മൾ പറഞ്ഞു 3 വശങ്ങളും എന്ത് ചെയ്യാണ്, അറേബ്യൻ സീ ഇവിടെ ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്. അപ്പൊ മുകളിലുള്ളത് ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കര അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണെന്ന് ചോദിച്ചാൽ 15,106 ആണ് ഇന്ത്യയുടെ കര അതിർത്തി, അല്ലെങ്കിൽ 15,200 എന്നും പറയാറുണ്ട്. ഓപ്ഷനിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ മക്കളെ അത് കറക്റ്റ് ആയിട്ട് എഴുതിക്കോ. അപ്പൊ ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ, 15,106 കിലോമീറ്റർ. അതില്ലെങ്കിൽ 15,200 എന്താണ് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന, അതായത് ഇത്രയും ഭാഗങ്ങളാണ് കര അതിർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ കര അതിർത്തിയുമായി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെയാന്നുള്ളത്. ഏതൊക്കെയാണ്? ഇവിടെ നമ്മുടെ കിടക്കുന്നുണ്ട് ഒന്നാമത് തന്നെ ആര്, പാകിസ്ഥാൻ കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഇവിടെ ആയിട്ട് എന്താണ് കര അതിർത്തി, ഇവിടെ എന്താണ് നമ്മുടെ ലഡാക്ക് ഒക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ രാജ്യം അഫ്ഗാനിസ്ഥാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചൈനയുണ്ട്. ചൈന. ഓക്കെ, ചൈന കിടക്കണു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, നേപ്പാൾ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഭൂട്ടാൻ ഉണ്ട്. ഭൂട്ടാൻ. ഓക്കെ, ഭൂട്ടാൻ ഉണ്ട്. അതേപോലെ മ്യാൻമാർ ഇവിടെ കിടക്കുന്നുണ്ട്. മ്യാൻമാറിന്റെ ചെറുതായിട്ട് മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കുവെക്കേണ്ടത് മ്യാൻമാർ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ ബംഗ്ലാദേശുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കുവെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കിടക്കുന്ന ബംഗ്ലാദേശുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കുവെക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പാകിസ്ഥാൻ, രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാൻ, മൂന്നാമത്തെ ചൈന, നാലാമത്തെ നേപ്പാൾ, അഞ്ചാമത്തെ ഭൂട്ടാൻ, ആറാമത്തെ മ്യാൻമാർ, ഏഴാമത്തെ ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 എണ്ണമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കുവയ്ക്കുന്ന ആരൊക്കെയാ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആരാ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കുവയ്ക്കുന്ന ആരൊക്കെയാ? പാകിസ്ഥാനും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമാണ്. ഓക്കെ,
ഇനി ഇന്ത്യയുടെ വടക്കതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബാക്കിയുള്ളത് ചൈന, നേപ്പാൾ, അതേപോലെ തന്നെ ഭൂട്ടാൻ. ഓക്കെ, ചൈന ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാനാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇവിടെ ചൈന, അതേപോലെ നേപ്പാൾ, ഭൂട്ടാൻ, ഇത്രയാണ് എന്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്കാണെങ്കിലോ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മ്യാൻമാറും അതേപോലെ തന്നെ എന്താണ് ഭൂട്ടാനും. ഓക്കെ, മ്യാൻമാറും അതേപോലെ ബംഗ്ലാദേശും. മ്യാൻമാറും ബംഗ്ലാദേശുമാണ് ഏത് വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, 2018 ഇന്ത്യ ഏത് രാജ്യമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത്? അത് PSC ചോദിച്ച ചോദ്യമാണെന്ന്. 2018 ഇന്ത്യ ഏത് രാജ്യമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ മ്യാൻമാറുമായിട്ടാണ് എന്ത് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത് മ്യാൻമാറുമായിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ പറയുന്ന ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാ? അത് നമ്മുടെ ഏതാണ്? ഭൂട്ടാനാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അപ്പൊ ഇന്ത്യയുമായി ഏറ്റവും ചെറിയ അയൽ രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ രണ്ടും കൺഫ്യൂസിങ് ആണ്. അത് ചോദിച്ചാൽ ഏതാ? മാലദ്വീപ്സ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടും രണ്ടാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി എന്താണ് ഏറ്റവും ചെറിയ, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അതേതാണ്? അത് മാലദ്വീപ്സ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടും കൺഫ്യൂസിങ് ആണ്, മാറിപ്പോരുത്. കര അതിർത്തിയാണെങ്കിൽ പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനും, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മാലദ്വീപ് എന്ന് പറയുന്നത്. ഇനി PSC ചോദിക്കാറുണ്ട്, അതായത് SCRT-ലാണെങ്കിൽ നമുക്കിതൊരു ബോക്സിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അയൽ രാജ്യങ്ങളും കരാതിർത്തി പങ്കിടുന്ന എത്ര കിലോമീറ്റർ ആണെന്നുള്ളതും. ഓക്കെ, ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ ബംഗ്ലാദേശ് ആണ്. കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണ്. 4096.7 കിലോമീറ്റർ. ഓക്കെ, 4096.7 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശുമായിട്ട് എന്ത് ചെയ്യുന്നത്? കരാതിർത്തി പങ്കിടുന്നത്. ഓക്കെ, ഇനി ചൈനയുമായിട്ട് എന്തൂരമാണ് പങ്കിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ടാണ് രണ്ടാമത്. 3488 കിലോമീറ്റർ ആണ് ചൈനയുമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് 3323 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ നേപ്പാളാണ്. നേപ്പാളായിട്ട് അതിർത്തി പങ്കിടുന്നതോ 1751 കിലോമീറ്റർ ആണ് നേപ്പാളായിട്ട്. മ്യാൻമാർ ആണെങ്കിൽ മ്യാൻമാറുമായിട്ട് പങ്കിടുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1643. ഭൂട്ടാനായിട്ടാണെങ്കിൽ 699 കിലോമീറ്റർ. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ 106 കിലോമീറ്റർ ആണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് പങ്കിടുന്നത്. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഇന്ത്യയുമായിട്ട് എന്താണ് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചൈന എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് എത്താം. ചൈനയല്ലേ ഈ കിടക്കുന്നത് ഏറ്റവും വലുത്. അപ്പൊ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം നമ്മളിപ്പോ പറഞ്ഞു ഏതാണ്? ബംഗ്ലാദേശ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ളത് ആർക്കാ? ബംഗ്ലാദേശിനാ. എത്ര നമ്മൾ പറഞ്ഞേ? 4096.7 ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവാണെങ്കിലോ ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഈ കിടക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കുറവ്. എത്രയാ? വെറും 106 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് നിലവിലെ PSC ചോദിച്ചേക്കണ ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അതിർത്തി രേഖകൾ നമുക്ക് നോക്കാം. ഓക്കെ, PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണാണ് അതിർത്തി രേഖകൾ. അതായത് ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ. ഇവിടെ ഇന്ത്യ എടുക്കുന്നു, ഇവിടെ പാകിസ്ഥാൻ കിടന്നു. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ കാണുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് എന്ത്? റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് എന്ത്? റാഡ്ക്ലിഫ് രേഖ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. 1 മാർക്ക് ചോദിക്കാം. അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ്. അതിർത്തി നിർണയിച്ചത് ആരാ? സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു അതിർത്തി എന്ത് ചെയ്ത് നിർണയിച്ചത്. ഇനി നമുക്ക് നോക്കാം ഇന്ത്യ ചൈന. ഓക്കെ, ഇന്ത്യ ചൈന. ഓക്കെ, ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നതാണ് ആരെന്ന്? മക്മോഹൻ രേഖ. ഓർത്തു വച്ചോ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഈ അതിർത്തി നിർണയിച്ചത് ഹെൻറി മക്മോഹൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ,
ഇനി നമുക്ക് ഇന്ത്യ, ഇവിടെ ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നറിയപ്പെടുന്നത് രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ശ്രീലങ്കയാണ് എന്ത് പാക് കടലെടുക്ക്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തിയാണ് പാക് കടലെടുക്ക്, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് പാക് കടലെടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യ ശ്രീലങ്ക. ഇനി ഇന്ത്യ മാൽദീവ്സ് ആണെങ്കിലോ, ഇന്ത്യ മാൽദീവ്സ് 8 ഡിഗ്രി ചാനലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ മാൽദീവ്സ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഓക്കെ, ഇനി പാകിസ്ഥാനും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്നത്, ഇവിടെ പാകിസ്ഥാൻ കിടക്കുന്നത്, ഇവിടെ അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണ് ഡ്യൂറന്റ് രേഖ. ഓക്കെ, അതിർത്തി നിർണയിച്ചത് മോർട്ടിമർ ഡ്യൂറന്റ് എന്നറിയപ്പെടുന്ന ആളാണ് ഈ ഒരു അതിർത്തി എന്ത് ചെയ്തത് നിർണയിച്ചത്. ഓക്കെ, ഇനി ഇന്ത്യ നിക്കോബാർ. ഓക്കെ, ഇനി ഇന്ത്യയും അതേപോലെ തന്നെ എന്താണ് നിക്കോബാർ. ഓക്കെ, ഇന്ത്യയും നിക്കോബാർ ആണ്, ആൻഡമാൻ നിക്കോബാർ ആണ് ഉദ്ദേശിച്ചത്. ഇന്ത്യ നിക്കോബാർ ദ്വീപുകളാണെങ്കിൽ ഇന്തോനേഷ്യ സുമാത്ര ദ്വീപ്, അതാണ് 6 ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ചാനൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യ നിക്കോബാർ ദ്വീപും ഇന്തോനേഷ്യ സുമാത്ര ദ്വീപ് ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്നതാണ് 6 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ നിക്കോബാർ ദ്വീപുകൾ, ഇന്തോനേഷ്യ സുമാത്ര ദ്വീപ്, ഓക്കെ, ഇത് രണ്ടും ആണ് എന്ത് 6 ഡിഗ്രി ചാനൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഗ്രേറ്റ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞ LGS എക്സ് സർവീസ്മാൻ 2023 ചോദിച്ച ചോദ്യമാണ് മക്കളെ, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ബംഗ്ലാദേശാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാന്നുള്ളത് LGS സീമാന് ചോദിച്ചു, അത് ഏതായിരിക്കും? ചൈനയായിരിക്കും എന്ത് ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അതിർത്തി രേഖകൾ ഞാൻ ഒന്നുകൂടി ഓടിച്ചൊന്ന് പറയാം. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്, ഇന്ത്യ ചൈന മക്മോഹൻ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ, ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇനി ഇന്ത്യ ഇന്തോനേഷ്യ അതാണ് ഏതെന്ന് പറയുന്നത് 6 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞ ഇന്ത്യ ഇന്തോനേഷ്യ 6 ഡിഗ്രി ചാനൽ, അതിനെ അതർവൈസ് നോൺ ആസ് എന്ത് ഗ്രേറ്റ് ചാനൽ എന്ന പേരിലും എന്ത് ചെയ്യുന്നു അത് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 7516 കിലോമീറ്റർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപ് തീരപ്രദേശം ഉൾപ്പെടെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 7516 കിലോമീറ്റർ. ഓക്കെ, ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീരത്തെ ദൈർഘ്യം 6100 കിലോമീറ്ററുമാണ്. ഓക്കെ, കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടല്, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ്. ഓക്കെ, അപ്പോൾ അറേബ്യൻ സീ, അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ, അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ഇതെല്ലാം കൂടി എവിടെയാണ് സംഗമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയിലാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്. നമ്മുടെ ശ്രീലങ്ക ആദ്യം തന്നെ എന്താണ് ശ്രീലങ്ക, രണ്ടാമതാണ് ഏതെന്ന് പറയുന്നത് മാലിദ്വീപ്സ്, മൂന്നാമതാണ് ഏത് പാകിസ്ഥാൻ. ഓക്കെ, ഇവിടെ പാകിസ്ഥാൻ ഉണ്ട്. അതേപോലെ തന്നെ ഏതാണ് ഇന്തോനേഷ്യ. ഓക്കെ, പാകിസ്ഥാൻ ഇന്തോനേഷ്യ, പിന്നെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ തെക്കുഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് മാൽദീവ്സും അതേപോലെ തന്നെ ശ്രീലങ്ക എന്നും പറയുന്നത്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്ന ഗൾഫ് ഓഫ് മാന്നാർ ഓർ പാക് കടലിടുക്ക്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലൻഡ്, അതേപോലെ തന്നെ ഇന്തോനേഷ്യ, മ്യാൻമാർ. ഓക്കെ, ഇവിടെയാണ് എന്തെന്ന് പറയുന്നത് തായ്ലൻഡ്, ഇന്തോനേഷ്യ, മ്യാൻമാർ ആണ് എന്ത് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്രാതിർത്തി പങ്കിടുന്നത് തായ്ലൻഡ്, ഇന്തോനേഷ്യ, മ്യാൻമാർ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപും മ്യാൻമാറിലെ കോക്കോ ദ്വീപിനും ഇടയിൽ കോക്കോ ചാനൽ ഒരു ജല അതിർത്തിയായി നിലകൊള്ളുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. ഓക്കെ, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഗുജറാത്ത്, രണ്ടാമത് നമ്മുടെ രാജസ്ഥാൻ. ഓക്കെ, അടുത്തതാണ് ഏതെന്ന് പറയുന്നത്
പഞ്ചാബ്. ഓക്കെ, പഞ്ചാബ്. അടുത്തത് പഞ്ചാബ്. പിന്നെ വരുന്നത് പഞ്ചാബ്. ഇനി ഏതാണ് അതിർത്തി പങ്കിടുന്നത്? പഞ്ചാബ്. അടുത്തതാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശ്. പിന്നെ ഏതാണ്? ഉത്തർപ്രദേശ്, ബീഹാർ. ഓക്കെ, ബീഹാർ. ഇനി ബീഹാർ കഴിഞ്ഞാലോ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാള്. ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാള്. അതേപോലെ തന്നെ എന്താണ് പശ്ചിമ ബംഗാൾ, സിക്കിം. സിക്കിം. ഓക്കെ, സിക്കിം. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ്. സിക്കിം, അരുണാചൽ പ്രദേശ്. അടുത്തത് അസം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര, മേഘാലയ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് ഇത്രയും രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിലവില് 16, അതായത് 16 സംസ്ഥാനങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 എണ്ണമാണുള്ളത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അത് നമ്മുടെ ഉത്തർപ്രദേശാണ്. ഈ ഉത്തർപ്രദേശാണ് എന്ത് ചെയ്യുന്നത്? നിലവില് എന്താണ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അതായത് 8 സംസ്ഥാനം, ഡൽഹി ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് സിക്കിമും പിന്നെ ഏതാണ്? അതേപോലെ തന്നെ മേഘാലയയുമാണ്. ഓക്കെ, അപ്പൊ സിക്കിമും അതേപോലെ മേഘാലയയുമാണ്. സിക്കിമുണ്ട്, അതേപോലെ തന്നെ സിക്കിമും മേഘാലയയുമാണ് ഏതെന്ന് പറയുന്നത് ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്നത്. ഇപ്പോൾ സിക്കിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിം ഏത് സംസ്ഥാനവുമായിട്ടാണ് നിലവിൽ അതിർത്തി പങ്കുവയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം ഏതാണ്? വെസ്റ്റ് ബംഗാളുമായിട്ടാണ് നിലവിൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് സിക്കിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മേഘാലയ അതിർത്തി പങ്കുവയ്ക്കുന്നത് ഏതുമായിട്ടാണ്? അസമുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? രാജസ്ഥാനാണ്. ഇതേ കിടക്കുന്ന ഏറ്റവും വലുത്. അപ്പൊ രാജസ്ഥാനാണ് എന്ത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതും രാജസ്ഥാൻ തന്നെയാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഏതാണ്? സിക്കിമാണ്, ഏറ്റവും ചെറുത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാതിർത്തി ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, ഈ കിടക്കുന്ന വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. അതായത് 2509 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവെക്കുന്നുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യയുടെ കടൽ തീരം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കടൽ തീരം എന്ന് പറയുന്നത് എന്താണ്? കടൽ തീരം ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 സംസ്ഥാനങ്ങളാണ്. അതായത് നമ്മുടെ എന്താണ് ഗുജറാത്തിൽ തുടങ്ങി പശ്ചിമ ബംഗാൾ വരെയുള്ള, അതായത് ഗുജറാത്ത്, അതേപോലെ തന്നെ ഏതാണ് മഹാരാഷ്ട്ര. നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ഈ കാണുന്ന എല്ലാം എന്താണ് വെള്ളവുമായിട്ട് എന്ത് ചെയ്യണം? അതിർത്തി പങ്കുവെക്കുന്ന. അപ്പൊ ഗുജറാത്ത് വരും, അതേപോലെ മഹാരാഷ്ട്ര വരും, കർണാടക വരും, കേരളം വരും, തമിഴ്നാട് വരും, ആന്ധ്രാപ്രദേശ് വരും, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് ഒഡീഷ വരും, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ. നമുക്കറിയാൻ പറ്റും. അതായത് ഇന്ത്യയുടെ ഈ 3 ഭാഗവും എന്താണ് വെള്ളം കൊണ്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഈ നീല കളറൊക്കെ എന്ന് പറയുന്നത് എന്താ? ഇവിടെ കാണുന്ന ഈ 3 എന്താണ് സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ കിടക്കുന്നുണ്ട്, ഇവിടെ താഴെ ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്നുണ്ട്, ഇവിടെ അറേബ്യൻ സീ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന നീല കളർ മക്കളത് ഇങ്ങനെ മാത്രം ഓർത്താൽ നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഈ ഭൂപടം വച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞത് ഈ വി ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നത് മൊത്തം എന്താ? ഇവിടെ വെസ്റ്റ് ബംഗാൾ വരെ, അതായത് ഗുജറാത്തിൽ തുടങ്ങി ഇവിടെ വെസ്റ്റ് ബംഗാൾ വരെയുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് മൊത്തം നീല കളറിലാണ് കിടക്കണം. അപ്പൊ ഇവിടെ വരുന്ന സംസ്ഥാനങ്ങൾ എല്ലാം എന്തിൽ വരും? ഈ 9 സംസ്ഥാനങ്ങളും 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ 9 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ കറങ്ങി അങ്ങ് വരും. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെയാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ, അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു? കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ്. ഓക്കെ, ഇനി അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടൽ എന്ന് പറയുന്നത് എവിടെ കിടക്കണേ? അറബിക്കടലാണിത് ഈ സ്ഥലത്ത് കിടക്കുന്നത്. അപ്പോൾ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, അതേപോലെ മഹാരാഷ്ട്ര, പിന്നെ വരുന്നതാണ് ഏത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഏതുമായിട്ട്? അറബിക്കടലുമായിട്ട്. ഇനി ബംഗാൾ ഉൾക്കടലാണെങ്കിലോ അത് ഇപ്പുറത്ത് കിടക്കുന്ന ഭാഗം, അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം, അതായത് വീട് ഒരു സൈഡ് എന്താണ്
ഈ പറയുന്ന നമ്മുടെ ഇപ്പുറത്തെ സൈഡാണ് ഏതുമായിട്ട് ബേ ഓഫ് ബംഗാൾ, അതായത് ഏതായിട്ട് വരുന്നത് ബംഗാൾ ഉൾക്കടലായിട്ട്. ഇവിടെയാണെങ്കിലോ അത് അറേബ്യൻ സീ ആണ്, ഇങ്ങാപ്പുറത്തെ വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക, ബേസ് ആണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ കിടക്കണോ, ആർക്ക്, ഗുജറാത്തിനാണ്. ഇനി ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, അത് തമിഴ്നാടാണ്. ദക്ഷിണേന്ത്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഓക്കെ, ഇനി ഏറ്റവും കുറവ് സമുദ്രതീരമുള്ളത്, കാരണം ഉള്ളതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോവയാണ്. അപ്പോൾ ഗോവയാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കുറവ് സമുദ്രതീരമുള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയ്ക്കാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങളിപ്പോ ഈ പറയുന്ന 28 സംസ്ഥാനങ്ങളും ബാക്കി യൂണിയൻ ടെറിട്ടറീസും നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും എന്താണ് ഇപ്പോ ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനത്തിന്റെ എന്താണ് തലസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ PSC എന്ത് ചെയ്യാറുണ്ട്, അതുകൂടി ചോദിക്കാറുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായവ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യാറുണ്ട്, PSC അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യയുടെ മാനക സമയം. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചാണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ഓക്കെ, അപ്പൊ എത്രയാണ്, 5.5 മണിക്കൂർ മുന്നിലാണ് നിലവിൽ എന്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ എത്രയാണ് മുന്നിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എത്രയാ, 82.5 ഡിഗ്രി. ഓക്കെ, 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശവും അതേപോലെ തന്നെ എന്താണ്, അതായത് ഇന്ത്യയുടെ എന്താണ് ഈ പറയുന്ന എന്താണ് മാനക രേഖാംശം എന്ന് പറയുന്ന രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും ഒക്കെ നമുക്ക് പഠിക്കാണ്ട്, ഇനിയിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈനിങ് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ അതാണ് എന്തെന്ന് പറയുന്നത് ഈ 82.5 ഡിഗ്രി കിഴക്ക് എന്തെന്ന് പറയുന്നത് പൂർവ്വ രേഖാംശം എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇവിടുന്ന് തിരിച്ചു വരണം പോകുന്നുണ്ട് 82.5 ഡിഗ്രി കിഴക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന്, അതായത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് നേരെ അരുണാചൽ പ്രദേശിലേക്ക് ഇങ്ങനെ ഒരു വര പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു വര. ഓക്കെ, എനിക്കിത് ഇവിടെ വര വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല, കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ വര വരാൻ പോകുന്നത് ഇവിടെ ഗുജറാത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് 82.5 ഡിഗ്രി കിഴക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വര പോകുന്നുണ്ട്. അപ്പൊ ആ വഴയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. അതായത് 82.5 ഡിഗ്രി കിഴക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്ന രേഖയും 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു ലൈനാണ്. അപ്പൊ നോക്കി 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്നത് അപ്പൊ ഏതിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഏതിലൊക്കെയാ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് കടന്നു പോകുന്നത്, ഈ സംഭവം എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് അലഹബാദ്, കാക്കിനഡ, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അലഹബാദ്, ഓക്കെ, ഉത്തർപ്രദേശിലെ അലഹബാദ്, അതേപോലെ തന്നെ എന്താണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 82 ഡിഗ്രി കിഴക്ക് രേഖാംശം. ഓക്കെ, ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ, ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം ഒറ്റ സമയം മാത്രമാണ് നമുക്കുള്ളൂ. ഓക്കെ, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖലയാണ് ചായ് ബഗാൻ സമയമേഖല. നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ചായ് ബഗാൻ സമയമേഖല അലഹബാദിന് അടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ പ്രദേശ സമയമാണ് ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപിലാണ്. അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് 2 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ 15 ഡിഗ്രി രേഖാംശം മാറുമ്പോൾ പ്രാദേശിക സമയം 1 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് വ്യത്യാസപ്പെടുന്നത്. IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യയുടെ ഔദ്യോഗിക സമയമേഖലയായി എന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ് 1947 സെപ്റ്റംബർ 1 അതെന്ത് ചെയ്തത് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഏതാ, ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് എന്ന് പറയുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ച 8 എണ്ണമാണുള്ളത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതൊക്കെയാ, MTയും MGRും JCB വാങ്ങി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു പോയതാ. നമ്മുടെ കോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ സംഭവം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനം
ഏതാണ് താഴെ പറയുന്നവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ കടന്നു പോകാത്ത ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഉത്തരായൻ രേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മാഹിയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം എന്ന് സ്വതന്ത്രമായത് എന്നാന്ന് ചോദിച്ചാൽ എന്നാണ് മക്കളെ? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാന്ന് ചോദിച്ചാലോ, അതെന്നാ? ബേസ് ആണ് കേട്ടോ, ബേസ് ചോദ്യമാണ്. ഇന്ത്യ സ്വതന്ത്രമായത് 47 ഓഗസ്റ്റ് 15, ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം, അതായത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് 1953 ഒക്ടോബർ 1 സംസ്ഥാനം രൂപീകൃതമായി. ഏതായിരുന്നു 1953 രൂപം കൊണ്ട സംസ്ഥാനം? ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം. ഇനി എപ്പോഴും നമ്മൾ തെറ്റിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാ? ഇപ്പൊ വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് അതാണ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശ് ആണ് എന്തെന്ന് പറയുന്നത്? വടക്കേ അറ്റത്തെ സംസ്ഥാനം. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഷിംല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ എന്താണ്? തെക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ കിഴക്ക് എവിടെയാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. പടിഞ്ഞാറ് ഗുജറാത്ത് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അതാണ് ഇപ്പോൾ ഏത്? ലഡാക്ക്. ഓക്കെ, വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണിപ്പോ? ലഡാക്ക് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ആൻഡമാൻ നിക്കോബാർ ആണ് ഇന്ത്യയുടെ ഏത്? തെക്കേ അറ്റത്ത് ആൻഡമാൻ നിക്കോബാർ ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ ലോക്സഭാ മണ്ഡലം ഏതാ? അത് നമ്മുടെ എവിടെയാണ്? ഏറ്റവും കൂടുതൽ ലോക്സഭാ വോട്ടർമാര് ഉള്ളത് ഏത് സ്ഥലത്താണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് അത് നമ്മുടെ തെലങ്കാനയിലാണ്. ഓക്കെ, തെലങ്കാനയിലാണ് വരുന്നത്. അപ്പോൾ തെലങ്കാനയിൽ ആ സ്ഥലത്തിന്റെ പേരാണ് ഇത്? മൽക്കജഗിരി എന്ന് പറയുന്നത്. മൽക്കജഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മൽക്കജഗിരി, തെലങ്കാന. ഏറ്റവും കുറവാണെങ്കിലോ അത് ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപാണ് ഏറ്റവും കുറവ്. ലക്ഷദ്വീപിലാണ്. ഇതൊരു കഴിഞ്ഞ LGSന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ലഡാക്കാണ്. ഏറ്റവും ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ്. ഇനി ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണ്. ഡൽഹിയിലുള്ള ഏതാണ്? ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യമാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മൽക്കജഗിരി, തെലങ്കാനയാണ്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ്. ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ചോദിച്ചാൽ ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാന്ദിനി ചൗക്കാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഏറ്റവും നമുക്കറിയാം, അതായത് നിലവിൽ എന്താണ്? ഇന്ത്യയുടെ അത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇന്ത്യയിൽ എത്ര ക്ലാസിക്കൽ ഭാഷകളാണ് നിലവിലുള്ളത്? ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് എത്ര ക്ലാസിക്കൽ ഭാഷകളാണ് നിലവിലുള്ളത്? ഫസ്റ്റ് വരുന്ന ഏതാണ്? തമിഴ്, രണ്ടാമത് തെലുങ്ക്, മൂന്നാമത് കന്നഡ, നാലാമത് സംസ്കൃതം, അഞ്ചാമത് മലയാളം, ആറാമത് ഒഡിയ. അപ്പോൾ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് നിലവിലുള്ളത്? 5 എണ്ണമാണുള്ളത്. 1 തമിഴ്, 2 തെലുങ്ക്, 3 കന്നഡ, 4 സംസ്കൃതം, 5 മലയാളം, 6 ഒഡിയ. ഓക്കെ, അപ്പൊ 6 ഭാഷകൾക്കാണ് ഇന്ത്യയിൽ നിലവിൽ എന്ത് ചെയ്തേക്കണത്? നിലവിൽ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചേക്കണത് 6 ഭാഷകൾക്കാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഓർത്തു വച്ചോ, 1 മാർക്ക് സെറ്റാണ്. ഓക്കെ, ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എത്ര എണ്ണ? 9 പോസ്റ്റൽ സോണുകളാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എത്ര പോസ്റ്റൽ സോണുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 9 പോസ്റ്റൽ സോൺ. ഇന്ത്യയുടെ ആകെ റെയിൽവേ സോണുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് 18 ആണ്. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകൾ 18. ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 22 ആണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ പോസ്റ്റൽ സോണുകൾ 9 ആണ്. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകൾ 2. എന്ത് ചെയ്യുക? ഇരട്ടിയാണ്. പോസ്റ്റൽ സോണിന്റെ ഇരട്ടിയാണ് റെയിൽവേ ഉള്ളതെന്ന് വെച്ചാൽ മതി, 18. ഇനി ഭരണഘടന അംഗീകരിച്ച ഭാഷകളോ അത് 22 എണ്ണമാണുള്ളത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അതാണ് നമ്മുടെ രാജസ്ഥാൻ. ബേസ് ആണ് കേട്ടോ, ഇതൊന്നും ഒരിക്കലും തെറ്റിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? രാജസ്ഥാൻ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം അത് ലഡാക്കാണ്. ഏറ്റവും വലുത് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാലോ ജില്ല ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന ജില്ലയാണ്. ഗുജറാത്തിലെ കച്ചാണ് എന്ത് ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? അത് ഈ കാണുന്ന ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം. അതിന്റെ സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ് എന്ന് പറയുന്നത് പനാജി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പുതുച്ചേരിയാണ്. പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരിയിലെ മാഹി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത്. ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? മാഹി, പുതുച്ചേരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, ഇനി നമുക്ക് സംസ്ഥാനങ്ങളും അതിൻ്റെ പേരിൻ്റെ അർത്ഥങ്ങളും കൂടി ഒന്ന് നോക്കാം. അതായത് ഛത്തീസ്ഗഡ്. ഓക്കെ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം. ഛത്തീസ്ഗഡ് അപ്പോൾ എന്താണ്? ഈ പറയുന്ന ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം എന്നാണ് രൂപീകൃതമായത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഛത്തീസ്ഗഡ് സംസ്ഥാനം എന്നാണ് രൂപീകൃതമായതെന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 കോട്ടകൾ എന്നാണ് ഛത്തീസ്ഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? 36 കോട്ടകൾ. ഓക്കെ, ഛത്തീസ്ഗഡ് 36 കോട്ടകൾ. ഇനി ജാർഖണ്ഡ് എന്ന് ചോദിച്ചാലോ കുറ്റിക്കാടുകളുടെ നാട് അല്ലെങ്കിൽ വനങ്ങളുടെ നാടെന്നാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിന്റെ അർത്ഥം. കുറ്റിക്കാടുകളുടെ നാട്, വനങ്ങളുടെ നാട്. ഇനി ബീഹാർ എന്ന് പറയുന്നതോ? ബീഹാർ എന്താ? വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് ബീഹാർ. ഇനി രാജസ്ഥാൻ ഏറ്റവും വലുതാണ്, അപ്പൊ അതുകൊണ്ട് എന്താ? രാജാക്കന്മാരുടെ നാടാണ് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാൻ രാജാക്കന്മാരുടെ നാടെന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? രാജസ്ഥാൻ. ഓക്കെ, ഇനി പഞ്ചാബ് ഏതാണ്? പഞ്ചാബ് എന്തിനാണ്? 5 നദികളുടെ നാട്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് പഞ്ചാബ്, 5 നദികളുടെ നാട്. ഓക്കെ, ഇനി അടുത്തത് കർണാടക. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അതേപോലെ തന്നെ എന്താണ് അർജുൻ എന്താണ് അർജുൻ്റെ മറ്റേ എന്താണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടക നമുക്ക് വളരെയധികം സുപരിചിതമാണ്. ഇന്ന് കർണാടക എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശം എന്നറിയപ്പെടുന്നതാണ് കർണാടക. ഇനി നമ്മുടെ സ്വന്തം കേരളം എന്താണ്? കേരവൃക്ഷങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കേരളം. ഓക്കെ, ഇനി മേഘാലയ. ഓക്കെ, മേഘാലയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മേഘാലയ. മേഘാലയ എന്ന് പറയുന്നത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മേഘാലയ. മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം, മേഘാലയയുടെ അർത്ഥം എന്താണ്? മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ മേഘങ്ങളുടെ വാസസ്ഥലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസോറാം. ഓക്കെ, മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മിസോറാം. മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം, മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാടെന്നാണ്. ഇനി മണിപ്പൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മണിപ്പൂർ എന്ന വാക്ക് രത്നങ്ങളുടെ നാട്. ഇനി സിക്കിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സിക്കിം പുതിയ കൊട്ടാരം. അസം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ തുല്യമല്ലാത്തത്. അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ചുവന്ന മലകളുടെ നാട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? മഞ്ഞു നിറഞ്ഞ മലകളുടെ നാടെന്നാണ് ഈ പറയുന്ന ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പട്ടണങ്ങളും അപരനാമങ്ങളും PSC ചോദിക്കാറുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വച്ചോ. മുംബൈ എന്ന് പറയുന്നത് 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈ ആണ്. ഹൈദരാബാദ് ഹൈടെക് നഗരം, ഭുവനേശ്വർ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നു, പൂനെ കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ്, അതേപോലെ തന്നെ എന്താണ് ചെന്നൈ ഇന്ത്യൻ ഡെട്രോയിറ്റ്, ജയ്പൂർ പാടല നഗരം, നാഗ്പൂർ ഓറഞ്ച് നഗരം, നാസിക് മുന്തിരി നഗരം, ഷില്ലോങ് കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ്, സൂററ്റ് എന്ന് പറയുന്നത് വജ്ര നഗരം, ഇൻഡോർ അഹല്യ നഗരി,
മൈസൂർ ചന്ദനനഗരം, അമൃതസർ സോളാർ സിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്കെല്ലാം എന്താണ്, ഒറ്റ തവണ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തുകൂടിയാണ് പറഞ്ഞേക്കുന്നത്. ഓരോ എന്താണ് മാപ്പിലെ ഓരോ കാര്യങ്ങളും എടുത്ത് പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ ജോഗ്രഫി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഈ ഒരു ഭൂപടം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഭൂപടം 3 നോക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഓരോ സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ഉറപ്പായിട്ടും പഠിക്കണം. അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8 എണ്ണമാണുള്ളത്. ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ സമുദ്രാതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, സമുദ്രാതിർത്തിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടു തന്നെ പഠിച്ചു പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ അതിരിക്കത്തുള്ളൂ. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാപ്പ് തന്നെ വച്ച് പഠിച്ചു പോയത്. എനിക്കിവിടെ മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പഠിച്ച് ഓരോന്നോരോന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഭൂപടത്തിൻ്റെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇതിൻ്റെ നോട്ട്സ് എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ഇനി പ്രത്യേകിച്ചൊന്നും വരാനില്ല. നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു ബുക്ക് എടുത്ത് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം ബേസ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓരോ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഉള്ളിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, സെറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.